ഈ ഇടതുമുന്നണിക്ക് ഒരു അമ്പേ പരാജയവും UDF ഒരു വലിയ വിജയവും ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇത് എന്തിന്റെ സൂചനയാണ്? ഇതിൽ ഘടകമായത് എന്താണ്? ഘടകം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും സമരക്കാരെ അധിക്ഷേപിക്കലും, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവരെ ചീത്ത വിളിക്കലും, അതൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്താണ് ശ്രീ പിണറായി വിജയന് സംഭവിച്ചതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിൽ ഞാൻ പറയാം, പാർട്ടിക്ക് തെറ്റുണ്ടല്ലോ. പാർട്ടി എന്തുകൊണ്ട് അദ്ദേഹത്തിന് തിരുത്താൻ നോക്കിയില്ല? അപ്പോൾ എല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ മേലെ വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിനെ തിരുത്തണ്ട. അതല്ലേ കേഡർ സിസ്റ്റം. ഇപ്പോൾ TK ഗോവിന്ദനാണെങ്കിലും കുഞ്ഞികൃഷ്ണനാണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ എന്താ? അവർ ചില വ്യക്തികൾക്കെതിരെ പാർട്ടി ഫോറങ്ങളിൽ വ്യക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. അതിനെ പാർട്ടി തള്ളി. അപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് വന്നു. പരസ്യമായിട്ട് വന്നപ്പോൾ മധുസൂദനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി. പയ്യന്നൂർ ഞങ്ങളോട് ചോദിക്കാൻ ആരാ എന്നുള്ള ധാർഷ്യം ഉണ്ടായി. പക്ഷെ ഒരു കാര്യം CPM മനസ്സിലാക്കേണ്ടിയിരുന്നത്, കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ച ബ്രാഞ്ച് കമ്മിറ്റി യോഗം ടോട്ടലായിട്ട് ബോയ്ക്കോട്ട് ചെയ്തു ബ്രാഞ്ച് അംഗങ്ങൾ. അവരന്ന് മനസ്സിലാക്കേണ്ടത്, പാർട്ടി ഗ്രാമമുള്ളൊരു നിയോജക മണ്ഡലത്തിൽ ഇങ്ങനെ സംഭവവികാസങ്ങൾ ഉണ്ടെങ്കിൽ സംതിങ് റോങ് എന്ന് പാർട്ടി മനസ്സിലാക്കിയില്ല. തളിപ്പറമ്പ് പിന്നെ അതിലേറെ ഒരു അട്ടിമറി ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ ഇവരുടെ നേതൃത്വത്തിൻ്റെ ധാർഷ്ട്യമാണ്. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഒരു ജനാധിപത്യ പാർട്ടി തകരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളിപ്പോൾ കോൺഗ്രസ്സിന് തകർച്ച പറ്റിയാലും CPM തകർച്ച പറ്റിയാലും ബദലായിട്ട് വരുന്നതാരാ? ഇപ്പോൾ ബംഗാൾ കണ്ടില്ലേ, BJPയുടെ കയ്യിലേക്ക് പോയില്ലേ? അതിൽ മമതയ്ക്കും തെറ്റുണ്ട്. കാരണം ഗുണ്ടായിസം നടത്തി, കോൺഗ്രസിൻ്റെ ഏജന്റിനെ അവരെ കുത്തി കൊന്നു. പക്ഷേ ഞാൻ പറയുന്നത് ഫൈനൽ റിസൾട്ട് എന്താ? BJPയുടെ കയ്യിലെത്തി. ഇപ്പോൾ 28 സംസ്ഥാനങ്ങളിൽ 20ഉം BJP ആയിപ്പോൾ. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു ഗൗരവം മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ CPM അവരെ തെറ്റ് തിരുത്തണം. അല്ലെങ്കിൽ ആ പാർട്ടി ഇല്ലാതായി പോയാൽ അതിൽ പല ആളുകളും പോകുന്നത് BJPയിലേക്കാണ്. ഇപ്പം കേരളത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഇത്രയും 102 സീറ്റ് കിട്ടി നമ്മളൊക്കെ ആഹ്ലാദിക്കുന്നു. CPM വളരെ ഡൗണായി. പക്ഷേ 3 സീറ്റ് ജയിച്ചു. അതെങ്ങനെ ജയിച്ചു? പാർലമെൻറ്റിൽ ജയിച്ചാൽ നമുക്ക് പറയാം മോഡിക്ക് കൊടുത്ത വോട്ടാണ്. തൃശ്ശൂർ കൊടുത്ത സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവണം, മോഡി വരുമ്പോൾ കേന്ദ്രമന്ത്രിയാവാം. ഇതെല്ലാവർക്കും അറിയാലോ. രാജീവ് ചന്ദ്രശേഖരന് തന്നെ ഉള്ളിൽ അറിയാലോ UDF LDF ആണ് വരിക. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ 3 സീറ്റ് ജയിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? അതെങ്ങനെ സാധിച്ചു? അതാണ് ഞാൻ പരിശോധിക്കുന്നത്. അതൊക്കെ പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. അതിൽ CPM ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ UDFന് ഞങ്ങൾ 3 സീറ്റ്, 2ാം സ്ഥാനത്ത് ഈ 3 മണ്ഡലങ്ങളിലും CPM വന്നിരിക്കുന്നു. അല്ല, ഞാൻ പറയുന്നത് പാലക്കാട്, കാസർഗോഡ്, മഞ്ചേശ്വരം 3ഇടങ്ങളിൽ കോൺഗ്രസ് UDFും BJP ആയിട്ടാണ് മത്സരം. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ ട്രെൻഡ് UDF നിലനിർത്തുകയാണ്. ഈ 3 സീറ്റിലും കടന്നു കയറാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവിടെ ഞാൻ നേമത്തെ അവസ്ഥ എന്താ? നേമത്ത് ഇപ്പം അന്ന് മൈനോറിറ്റി എനിക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാനന്ന് MLA ആവും. സീറ്റ് കഴിഞ്ഞ് പോയില്ലായിരുന്നു. മൈനോറിറ്റിക്ക് സംശയം. ശിവൻകുട്ടീനെ ജയിപ്പിച്ചു. പക്ഷെ അദ്ദേഹം നിലനിർത്താൻ കഴിഞ്ഞോ? അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തെറ്റാണ്. ഇപ്പോൾ അതുപോലെ കഴക്കൂട്ടം BJPയുടെ കയ്യിൽ പോയില്ലേ? CPMന് 10-15 കൊല്ലം MLA ആയിരുന്നില്ലേ? കടകംപള്ളി സുരേന്ദ്രൻ കണ്ടില്ലേ തകർച്ച? 10 വർഷത്തെ MLA ആയിരുന്നു. നേരെ മറിച്ച് UDF BJPയെ തോൽപ്പിച്ച നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പോഴും UDF ആ ട്രെൻഡ് നിലനിർത്തുന്നു. അല്ല, പക്ഷേ BJP വരാതിരിക്കാൻ വേണ്ടി CPM കാണിക്കുന്ന അവസാനപ്പെട്ട പണിയുണ്ടല്ലോ, UDFന് വോട്ട് ചെയ്യുക എന്നുള്ള. മഞ്ചേശ്വരത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം CPMന്റെ വോട്ട് കുറച്ച് ലീഗ് സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അത്തരം ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്തുകൊണ്ട് കോൺഗ്രസോ UDFോ ഇത്തരം BJP ജയിച്ച മണ്ഡലങ്ങളിൽ ചെയ്യും? ഞാൻ പറയാം, ഇപ്പോൾ വട്ടിയൂർക്കാവിൽ തന്നെ ചില വാർഡുകളിലെ ചില ബൂത്തുകളിൽ BJP വോട്ട് CPMന് കിട്ടിയിട്ടുണ്ട്. മറ്റ് പല CPMന് പഴയതുപോലത്തെ ഒരു അന്ധമായ BJP വിരോധം ഇപ്പോഴില്ല. അവർക്ക് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ നയത്തിൽ മാറ്റം വന്നുകൊണ്ടല്ല, അവർക്ക് സ്റ്റേറ്റ് നിലനിർത്തണം കേരളം. അതിന് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. BJP അത് തന്നെ ഒരു അവസരമായിട്ട് കൊണ്ടു. അതുകൊണ്ട് അതിലൊക്കെ CPM ആണ് അവരുടെ നയം തിരുത്തേണ്ടത്. ആ കാര്യത്തിൽ വേണമെങ്കിൽ കോൺഗ്രസ് ഒരു ജാഗ്രത നല്ല രീതിയിൽ ആ ഇലക്ഷൻ മാനേജ്മെന്റ് ഡേയിൽ, പോളിംഗ് ഡേയിൽ ഒരു ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ 3 സീറ്റിൽ ഒഴിവാക്കാൻ പറ്റും. അതിൽ നടക്കില്ല. കാരണം UDFന് മത്സരിക്കാതിരിക്കാൻ പറ്റൂ. അപ്പോൾ മൈനോറിറ്റി UDFനെ വിശ്വസിക്കണം.
കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും BJP യെ നേരിടുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അത് നേമത്ത് കെ മുരളീധരൻ അന്ന് തോറ്റതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് തീർച്ചയായിട്ടും അതൊരു പ്രധാന കാരണമാണ്. ഞാനാണെങ്കിൽ ആ സീറ്റ് നിലനിർത്തുകയായിരുന്നു. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എതിരായ വോട്ടുകൾ പോലും ഞാൻ അനുകൂലാക്കുമായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് പറ്റി? ശിവൻകുട്ടി ജയിച്ചപ്പോൾ അദ്ദേഹം മന്ത്രിയായപ്പോൾ എന്ത് പറ്റും? ഒരിക്കലും ഈ മന്ത്രിയാകുമ്പോൾ ഒരു ഭയം എനിക്കുള്ളത് മണ്ഡലം നോക്കില്ല. മണ്ഡലത്തിൻ്റെ കാര്യം നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ മന്ത്രിയായത്? MLA ആയതുകൊണ്ട്. MLA ആക്കി ആരാ കോൺസ്റ്റിറ്റ്യൻസി. അവർ ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അല്പം അദ്ദേഹത്തിനെ ബാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പഴയതുപോലെ ഓടി നടക്കാനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ പാർട്ടി അത് മാനേജ് ചെയ്തില്ല. ഏതായാലും ആ സീറ്റ് കയ്യിൽ നിന്ന് വീണ്ടും പോയി. അതിൻ്റെ പുറമെ കഴക്കൂട്ടം പോയി, ചാത്തന്നൂർ പോയി.